കൊറോണ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ പ്രിയദർശൻ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്ന ഇന്നസെന്റ് ആയിരുന്നു വെച്ചിരുന്ന റോളാണ്, അതാണ് മാഷിന് കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു പ്രഗത്ഭരുടെ ഒക്കെ പ്രഗത്ഭരായ സംവിധായകർ വരെ കണക്കാക്കി തുടങ്ങി. അപ്പൊ എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? സാറിന്റെ ഒരു സാറാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ഇന്നത്തെ കേസ് കൂടുതൽ സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹം വിളിച്ചത്. സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞ് വിളിച്ചു. പിന്നീട് എന്തായാലും അടുത്ത സിനിമക്ക് വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ അതിനും വലിയ സന്തോഷമല്ലേ, പ്രിയദർശൻ സാറിനെ പോലെ ഒരാള് നമ്മുടെ സിനിമയിലേക്ക് വിളിക്കാൻ പറഞ്ഞു. സന്തോഷമായി. ഈ സിനിമയിലേക്ക് വരാൻ വൈകിന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ്? ഇപ്പൊ നാടകം പണ്ടേ ഉണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അധ്യാപകനായിരുന്നു. അപ്പോ സിനിമയിലേക്കുള്ള ഒരു ശ്രമം ഒന്നും നടത്താത്തോ, അതോ കാസർഗോഡ് പോലത്തെ ഒരു സ്ഥലത്തായതുകൊണ്ട് സിനിമ അവിടെ എത്താത്തത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു ശ്രമിക്കാത്ത സാധ്യത? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിച്ച ഒരാളെ അല്ല. ശ്രമിച്ചിട്ടില്ല. ഇല്ല, അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. ആഗ്രഹിച്ചിട്ടില്ല പറഞ്ഞാല് നമ്മള് ഈ സിനിമ എന്നെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകളാണ് സിനിമയിൽ അഭിനയിക്കേണ്ടത്. രൂപമാണോ ഉദ്ദേശിച്ചത്? രൂപവും സൗന്ദര്യം ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് മാറ്റി എഴുതി നമ്മളെ ശ്രീനാഥനെ പോലെ ആളുകൾ പണ്ടൊക്കെ ഭരത് പോലുള്ള അച്ഛൻ കുഞ്ഞി ഇവരൊക്കെ അതെ അതെ അതെ. അതുകൊണ്ട് പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ ഷൂട്ട് വന്നു. അപ്പൊ നമ്മുടെ ഉണ്ണിരാജനോട് വിളിച്ചു പറഞ്ഞു എന്തായാലും മാഷ് ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നിർബന്ധത്തിന് വഴങ്ങിയാ കൊടുത്തത്. അങ്ങനെ ചെറുവത്തൂർ എന്റെ വീടിന്റെ അടുത്താണ്, ഒരു 4-5 കിലോമീറ്റർ ആണ് ഇതിന്റെ കാസ്റ്റിംഗ് നടന്നത്. അതുകൊണ്ട് അതിൽ എറണാകുളത്താണ് കാസ്റ്റിംഗ്, ചിലപ്പോ ഞാൻ വരില്ലായിരുന്നു, ഒരു കാരണവശാലും വരില്ല.